ആ കുട്ടി ഒന്നിറങ്ങി വരും, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നേ. ഓ ഒന്നും അറിയാത്ത പോലെ ചാറ്റി വന്ന് ഹെവി പനിയാണെന്ന് ബ്ലൈൻഡ് ജോക്കർ. അത് സത്യേട്ടാ, ഇതുപോലത്തെ ഒരു പെങ്കൊച്ചിനെയാണ് എനിക്ക് വേണ്ടത്. ബ്രൈറ്റ് ഫോക്സ് വൈറ്റി. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കല്ലേ നീ? പണ്ടന്റെ വലങ്കൈ LX2 ഇടങ്കൈ എസ്ബോയ് ആയിരുന്നു. ഇപ്പൊ നിന്റെ ഇടങ്കൈ ഇപ്പൊ കോപ്പ. നിനക്ക് പെണ്ണുങ്ങളെ കറങ്ങാനാണ് സമയം നിനക്ക്. ഇപ്പഴല്ലേ നീ ഫുൾ ടൈം സിറ്റിയിൽ പെണ്ണുങ്ങളായിട്ട് കറങ്ങി നടക്കണം എന്നുള്ള വിവരം എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് ഏട്ടാ, പല ആൾക്കാരുടെ അടുത്തു നിന്ന്. കൈയെടുക്കാതെ കൈയെടുക്കാതെ ഈ വളമെല്ലാം ഇത് എന്തൊരു വണ്ടിയാണ് ഇത്? ദുബായ് ട്രക്കി വണ്ടിയുണ്ട്. രണ്ട് ടയറിലൊക്കെ ഇവിടത്തുള്ളടക്കി വീഡിയോയിലൊക്കെ കണ്ടില്ലേ? അത് ശരി, അറബികളൊക്കെ മറ്റേ ഒരു രണ്ട് സൈഡ് പൊക്കി പോണ വണ്ടിയല്ലേ? സത്യം ഇവർക്കൊന്നും ഇത് പറഞ്ഞ മനസ്സിലാവില്ല. അത് ശരി, അത് ശരി. പക്ഷേ ഇത് നല്ല A ക്ലാസ് കണ്ടി വണ്ടിയാണ് കേട്ടോ. ഇത് കിടിലം വണ്ടിയാണ്, കിടിലം വണ്ടി. ഏത് സ്ഥലത്തും കേറിപ്പോ. സുമതിയോടൊക്കെ പെരിയ തിരിച്ചാൽ മതി, അല്ലെങ്കിൽ എപ്പുറത്തെ കളിക്കും. ഇത് കണ്ട് എല്ലാരും ഒന്ന് ടെറസറിൽ കയറണടാ. അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആദ്യം ഗ്യാങ് ഹൗസിലോട്ട് പോകാം എല്ലാരും. എനിക്കിപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്ത് വരുമ്പോ അത് ഗോകുവാണെന്ന് തോന്നിപ്പോ, എന്നാൽ എനിക്ക് പിടിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ഫ്രണ്ടിലൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചെടുത്താണ്. അവൻ എപ്പോഴും പെണ്ണിനെ വിളിക്കുക. ആര് പെണ്ണിനെ വിളിക്കുന്നത്? ചന്ദ്രന്റെ വണ്ടിയല്ലോ, ചന്ദ്രന്റെ വണ്ടി പോലത്തെ വണ്ടി. ഞാൻ പ്രിയമ വിളിക്കാം കേട്ടോ. ഹലോ കുട്ടി. ഹലോ കുട്ടി, ഒന്നിറങ്ങി വരും, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നേ. അത് തന്നെയല്ലേ തോന്നുന്നു, ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. SRKയുടെ എക്സ് അല്ലേ? നിങ്ങൾ ബ്രേക്കപ്പ് ആയല്ലേ? എന്തായിരുന്നു കാരണം? കേട്ടില്ല. ബീരാന്റെ പ്രശ്നം? ബീരാന്ന് പറഞ്ഞ ഫ്രണ്ട് എന്റെ അടുത്ത് കുറച്ച് ഓവറാണ്. ഓന് ടോക്കിയോ അതിലാണ് ഫാമിലിയില്. SRKനോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാ, ബീരാൻ എന്റെ ഫ്രണ്ടാണ്, ഞാൻ ആ രീതിക്ക് കാണുള്ളൂ എന്നുള്ളത്. പക്ഷെ പിന്നെയും SRKക്ക് ഓനെ കാണുമ്പോ എന്തോ കലിപ്പ്, പിന്നെ ഇന്ത്യ കമ്പനിക്കാരോട് മിണ്ടാതെ പോകുന്നു. കുറ്റം പറയാൻ പറ്റൂലോ? ഈ ടോക്സിസിറ്റി ഒന്നും നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റില്ല. അത് കാര്യം SRKനെ കുറ്റം പറയാൻ പറ്റൂല. ആണോ? അപ്പൊ ടോക്സിസിറ്റി അല്ല, ബീരാൻ അങ്ങനെയായിരുന്നു കാട്ടിയത്. അപ്പൊ ടോക്സിസിറ്റി അല്ല. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അപ്പൊ ഡുണ്ടുവിന് അറിയാലോ SRK ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. അല്ല, അതാ ഞാൻ പറയുന്നേ. അപ്പൊ പിന്നെ SRKക്ക് വേണ്ടി ആ ബെസ്റ്റി അങ്ങ് അവോയ്ഡ് ചെയ്ത പോലായിരുന്നു. അല്ല, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കണാണല്ലോ ബെസ്റ്റി. എനിക്ക് ബെസ്റ്റി ഇവിടെ ആരുമില്ല, എനിക്ക് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. പാർട്ട്ണർ ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ നിങ്ങളൊക്കെ CR ജീവൻ സാഗർ പൃഥ്വി വെൽക്കം ബാക്ക്. ഓ പൃഥ്വി വരൊക്കെ തലേ വെട്ടും. നിങ്ങളുടെ ഗ്യാങ് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, സൂപ്പറാ. പിന്നെ SRK നമ്മുടെ ഗ്യാങ്ങിലുള്ളതല്ലേ, അപ്പൊ നീ കാണാതിരിക്കും. എന്താ ഗോഡ്സ് ഇല്ലയോ? അതെ ഗോഡ്സ് ഇല്ല. അത് ഗ്യാങ് വേണ്ടി മാത്രമല്ല, എല്ലാരും അടിപൊളിയാണ്. SRK
അണ്ണനെ കണ്ടില്ലേ എന്ത് ഫ്രീക്കാണ്. എല്ലാരും അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജൂഡിനെയാ. ജോക്കി ബ്രോയോ. ജൂഡിനെ ജോക്കി. ഓ ഒന്നും അറിയാത്ത പോലെ ചാറ്റി വന്ന് ഹെവി പനിയാണെന്ന്. ബ്ലൈൻഡ് ജോക്കർ. ഒന്നും അറിയത്തില്ല, ജന്തു ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കണ കേട്ടോ ചാറ്റില്. ഇല്ലടാ ഇതിലൊക്കെ എന്ത് പറയാ, ലീഡറിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടാ. എന്താ എന്ത് പറഞ്ഞേ? വൃത്തിയുടെ ജന്തു ജോക്കിയാണ് വൃത്തിയുടെ ജന്തു എന്ന് പറഞ്ഞേ. ചന്ദ്രൻ. ആ അതാ അതവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ അതെ അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു കുട്ടി. അത് നമ്മുടെ കോലീഡർ ആണെന്ന് നമ്മളൊന്നും പറയുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. വൃത്തികെട്ട ജന്തു. പിന്നെ ഞാൻ അത് എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാലോ. അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്നോട് SRK പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കുട്ടിയായിട്ട് കമ്മിറ്റഡ് ആകത്തില്ല. കുട്ടിയായിട്ട് കമ്മിറ്റഡ് ആവുകയാണെങ്കിൽ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞവൻ. ഹലോ നിന്റെ എന്തൊരു പാൻഡാ മെസ് ബോയ്. ഹലോ നീഷ് പിന്നെ എന്തിന് വേണ്ട ഇതേ ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ലോവസ്റ്റ് ട്രെൻഡ് ആയത്. ഞാൻ 10th പഠിച്ചിറങ്ങിയിട്ട് തന്നെ 18 വർഷമായി. ഷെഡി നല്ല ക്യാഷ് കൊടുത്ത് മേടിച്ചാണ്. അപ്പം ആൾക്കാർ കാണിക്കാണ്ട് എങ്ങനെയാണ് എന്തൊക്കെ ഇട്ടാലും അത് നിന്റെ ചന്തിയിലല്ലേ ഇരിക്കണേ. എന്റെ ചന്തി സ്വീറ്റ് ചന്തി നോക്ക്. സൂപ്പർ നല്ല അയ്യോ അത് സത്യേട്ടാ. അതൊക്കെ അച്ചീവ്മെന്റ്സ് ആണ്. ആ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. അന്ന് എന്നെ ലാസ്റ്റ് ആയിട്ടേ SRK എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുട്ടിയെ പരിചയപ്പെടുത്തി തരാം, എന്താ ഞാൻ കെട്ടാൻ പോണ കുട്ടിയെ അണ്ണനോട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് എന്നോട് പറഞ്ഞത്. പിന്നെ അതിനുശേഷം നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നുള്ള കഥയാണ് ഞാൻ അറിയുന്നത്. വിഷമമുണ്ടോ SRK പോയതില്? നിങ്ങൾ എത്ര നാളുണ്ടായിരുന്നു റിലേഷൻഷിപ്പ്? നന്നായിട്ട് നോക്കുന്നത്. പക്ഷെ ഈ ഒരു ചങ്ങായിന്റെ പ്രശ്നം അവൻ കുട്ടിയെ മാത്രമല്ല സിറ്റിയിലുള്ള എല്ലാ പെമ്പിള്ളേരും നല്ലപോലെ നോക്കുവാൻ. പണ്ടുതൊട്ടേ അത് പണ്ടുതൊട്ടുള്ള കാര്യമാണ് കുട്ടി. ഇത് അക്സെപ്റ്റ് ചെയ്യണം ഈ ഫാക്ട്. മുമ്പേ ചന്ദ്രൻ മൂഞ്ചനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലേ. അതുപോലത്തെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഇത്. SRK ഒരു കള്ളനാണ്. അവൻ പലവട്ടം ആണ് കുട്ടി ആണ്. മനസ്സിലാക്കാൻ 1 year എക്സ്പീരിയൻസ് ഒന്നും വേണ്ടല്ലോ. ഒരാളെ മനസ്സിലാക്കാൻ 1 year എക്സ്പീരിയൻസ് വേണ്ട. പക്ഷെ പഠിച്ച കള്ളന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. പറഞ്ഞ് ഫോണൊക്കെ വിളിച്ചിട്ട് ഇംപ്രസ് ചെയ്ത് തരും. പക്ഷെ SRK അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ലേഡീസില്. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ നോക്കൂല. അപ്പൊ റിയൽ ലവ് ആണ് കുട്ടിക്ക്. എന്ത് പറഞ്ഞാലും SRK പറ്റി ഒരു മോശം പറയില്ല. SRKനെ കുറിച്ച് ഞാൻ ഒരു നെഗറ്റീവും പറയില്ല. കാണാൻ നല്ല അടിപൊളിയാ. ഇപ്പൊ ഞാൻ 1 മാസം ഉണ്ടായിട്ട് പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളൊരു ടെസ്റ്റ് ചെയ്തതല്ലേ. വെരി ഗുഡ് ഗുഡ് ഗേൾ. എനിക്ക് വിളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ SRK വിളിക്കുന്നത് സംസാരിക്കുന്നോ? ആ സ്പീക്കറുടെ കഴിഞ്ഞ ദിവസമാണോ വിളിച്ചായിരുന്നോ? എന്റെയോ? അന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചില്ല. നിന്റെ വായ സ്റ്റിച്ചിട്ടിരിക്കണോ? നിനക്ക് ശബ്ദമില്ലേ? ഹലോ ആ നിന്റെ വായ നീ എന്തിനാ വിളിച്ചേ? അണ്ണാ വിളിച്ച് തിരിച്ചു വിളിക്കാൻ വേണ്ടി വിളിച്ചേണ്ണ. ആരെ? അല്ല ഇങ്ങോട്ട് തിരിച്ച് മിസ് കോൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കണ്ടേണ്ണ. കുട്ടി വിളിച്ചായിരുന്നു. അയ്യോ അണ്ണാ ഫോൺ കളിച്ചാ മിസ് കോൾ ഇങ്ങോട്ടാണ് കിടന്നത്. എനിക്ക് ഇങ്ങോട്ടാ വന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ളനാ. ഇവൻ കള്ളനാ. അപ്പൊ എങ്ങനെയാണ് കളയുമല്ലേ? ഞാൻ കള്ളറെന്ന് പറയണ പറഞ്ഞ വാക്കിനൊരു മാറ്റമില്ല. അണ്ണു ഇന്നലെ നമ്പർ മേടിച്ചത് എന്തിനാ വിളിച്ചേന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഓ അത് അണ്ണു സംസാരിച്ചോളൂ. നിനക്കറിയണ്ട എന്തിനാ? അല്ല ഇത് ചോദിച്ചേണ്ടാ തിരക്കണ്ട നമ്മള്. ഇപ്പൊ നമ്മളോട് കള്ളവും പറഞ്ഞു തന്നിട്ട് ഇല്ല ലൈവായിട്ട് കള്ളം പറഞ്ഞു വിളിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. കുട്ടി പറഞ്ഞു നീയാ വിളിച്ചത് 3 വട്ടം. അല്ല അത് നേരത്തെ വിളിച്ചായിരുന്നു, മനസ്സിലായില്ലേ? 2 ദിവസം മുന്നേ ചോദിച്ചു നോക്ക്. കുഴപ്പമില്ല. നീ ഗ്യാങ് ഹൗസിലോട്ട് വന്നേ. ഗ്യാങ് ഹൗസിലോട്ടാ ഇന്നപ്പോഴാ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവനൊരു കള്ളനാ. ആണ് കുട്ടി ആണ്.
എന്റെ സ്വഭാവം നിങ്ങൾ മോശമാണ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കും. എനിക്ക് ഇടയ്ക്ക് നായി സ്വഭാവ. പക്ഷെ അതെനിക്കറിയാം. എങ്ങനെ എനിക്കറിയാം? രാവിലെ കാട്ടിയാ ഇതാണ് എനിക്ക് ഇതുപോലത്തെ ഒരു പെങ്കൊച്ചിനെയാണ് എനിക്ക് വേണ്ടത്. കണ്ട ഓരോത്തോളമാര് ഇറങ്ങിയതിന്റെ അന്ന് തന്നെ മറ്റേ പന്നി കച്ചവടക്കാരനായിട്ട് കമ്പയർ ചെയ്യുന്നു. മറ്റേ അതിന് പറയുന്ന കൊരങ്ങനെ വെച്ച് എന്റെ സ്ഥാനത്ത് കൊരങ്ങനെ വെക്കണു. അപ്പൊ കുട്ടി കാണാം, കുട്ടി കാണാം. ശരി 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 ശരി. ഒന്ന് അൺലോക്ക് ചെയ്യോ നിന്റെ കൂതറ വണ്ടി? ഇത് വെറുതെ വാരിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും ഓക്കെയാണ്. ഇത് അൺലോക്ക് ഒന്നും അല്ല, കുത്തിപ്പൊട്ടിക്കണേ വണ്ടി അവന്റെ. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇങ്ങനത്തെ പെമ്പിള്ളേരെ കിട്ടാൻ ഭയങ്കര പാടാ, മനസ്സിലായ? എടാ ഞാൻ കാര്യം പറയട്ടെ, നീ ബ്രേക്കപ്പ് ആവുന്നതിന്റെ അടുത്ത ദിവസം പെണ്ണുപിടിയനാണെന്ന് അവളെ വിളിച്ചു പറയും. നിന്റെ എടാ നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? നീ എന്നോട് ഗ്യാങ്ങിനെയും ഗണ്ണിനെയും ബുള്ളറ്റിനെയും പറ്റി സംസാരിച്ചോണ്ടിരുന്ന നീ നിന്റെ ഗേൾഫ്രണ്ട് ലോയലാണ്. എടാ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ അമ്പി ആവാൻ പറ്റണേ? അമ്പി 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 തെണ്ടി അമ്പി. അബ്ബീനെന്നെ വിളിക്കലട്ടാ അബ്ബി, ഇതൊന്നും ശരിക്കിനത് വിഷമാവൂലേ? എന്തിനാ അതുപോലത്തെ അതിനെ തന്നെ നോക്കാലോ. എന്തൊരു വിഷമാണോ നീയൊക്കെ? എന്റെ പഞ്ചാര ഒന്ന് വിളിക്കട്ടാണ് അവര് നിന്റെ പഞ്ചാരയുടെ നീ ബ്രേക്കപ്പ് ആയി നീ കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വരും, ഒരു സംശയമില്ല. പഞ്ചാരേ ഞാന് ഇവിടെ ഉണ്ടല്ലോ. പഞ്ചാര കൊണ്ട് പന്നി കച്ചവടക്കാരൻ. ഇവളുടെ പേര് കേൾക്കുമ്പോ എനിക്ക് അതാ ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ കൊരങ്ങനെയും കൊക്കിനെയും കൊളയട്ടെ. അയ്യോ ഞാൻ പഞ്ചാര എവിടെ നിക്കുന്നു? ബീച്ചിലല്ലേ? ഞാൻ എത്ര വിളിക്കാം കേട്ടോ, ഞാൻ അണ്ണന്റെ കൂടെ ആണേ. ബൈ. പറയാം അണ്ണനോട് സംസാരിക്കണം. സ്പീക്കർ സുഖമാണ്. കുട്ടിയുടെ പേരെന്തായിരുന്നു? പഞ്ചാരെന്നാണോ ശരിക്കുള്ള പേര്? നിരുപമെന്നായിരുന്നു പേരല്ലേ? ഓ ഞാനോർത്ത് യഥാർത്ഥത്തിൽ പഞ്ചാരെന്ന പേരുന്നു. ഓക്കെ. നിരുപമ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസം നേരിട്ട് കാണാം നിരുപമ. നമ്മൾ കണ്ടിട്ടുണ്ടോ തോന്നല്ലേ ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ട്. ഓക്കെ നിരുപമ, കാണാം. ബൈ പഞ്ചാര ബൈ. ഒന്നെങ്കിൽ നീ ജയിലില്ല ഇത് കഴിയുമ്പോ, അല്ലെങ്കിൽ നീ ഡിപ്രഷനില്ല. എന്താണ്? ഒരു മിനിറ്റ്. ഹലോ. ആ അതെ, പറഞ്ഞു. ആരാണ്? പിന്നെ എന്നെ എല്ലാവർക്കും കാണാനാവും. എവിടെ? ഞങ്ങളൊരു ചെറിയൊരു പണിയിൽ നിൽക്കുവാണ്. അത് കഴിയുമ്പോ ഞാൻ വിളിച്ചോ എന്നെ. നീ ഞാൻ ഗ്യാങ്ങിന്റെ പണിയിൽ നിൽക്കുമ്പോ എങ്ങനെയാ നിന്നെ കൂട്ടണേ അതിനകത്ത്? അയ്യോ അങ്ങനെ സൈഡിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. പോരെ ഗ്യാങ്ങിന്റെ പരിപാടിയിൽ സിറ്റിസൺ ഇന്റർഫിയർ ചെയ്താൽ നിന്നെ സിറ്റിയിൽ നിന്ന് പുറത്താക്കും. ഓക്കെ ആണോ? കൺവിൻസ് ചെയ്യാതാ? അപ്പാപ്പനൊന്നും ആരും പറഞ്ഞാലും കൺവിൻസ് ആവൂല. പിന്നെ സിറ്റിയിൽ ഇപ്പൊ വരാൻ പറ്റും. നീ എന്നെ കഴിയുമ്പോ വിളിക്ക്. ഇത് BLS അപ്പാപ്പ ഇവന്റെ ഒക്കെ മാറ്റം നോക്കിയാ അപ്പാപ്പ. റിക്രൂട്ട്മെന്റ് വന്നപ്പോ നാണം കുണുങ്ങി ഞാൻ അടിക്കാം, സിറ്റുവേഷൻ വരുമ്പോ പെർഫോം ചെയ്യാം എന്നൊക്കെ കുണുങ്ങി പറഞ്ഞവനാ. ഇപ്പം എന്റെ മുന്നിൽ കൂടി എന്റെ വണ്ടിക്കകത്തിരുന്ന് അവന്റെ ലവറിനെ വിളിച്ച് പഞ്ചാരേ
കഷ്ടമാണ് കഷ്ടമാണ് പറഞ്ഞു ഗോക്ക് നന്നായിക്കൊണ്ടോടാ. ഇവരെ പോലുള്ള കുറച്ച് പേരുള്ളതുകൊണ്ട് നമുക്ക് നല്ല ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതാണ് ലോയൽറ്റി പോയിന്റ് പറഞ്ഞു കോൺട്രിബ്യൂഷൻ അങ്ങനെ പറയുന്നത് അങ്ങനെ ഞാനുണ്ടല്ലോ ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ അല്ല അല്ല അത് പിടി അത് പിടി. പെണ്ണില്ലാത്ത പിടി. അത് അങ്ങനെ അവർക്ക് പെണ്ണ് നിനക്ക് അപ്പപ്പ ഒരു ലോയൽറ്റി പോയിന്റ് എന്ന് വെച്ചാ 1550 കാർഡെന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 150 കാർഡല്ലേ? അല്ല അല്ല അതോ 15 കാർഡോ? 15 കാർഡ് 100 അവര് 15 കാർഡ് 100 കുറവാ 15 കാർഡ് കുറവാ അപ്പ കുറവാ. പക്ഷെ അത് കഴിഞ്ഞ ഒരാഴ്ചയിലെ അവസാനം ഒരാഴ്ചയിലാണല്ലേ? വാ 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 അപ്പൊ കൂടുതലല്ലേ? കമ്മിറ്റഡ് ആയ തീരാത്ത പ്രശ്നങ്ങളെ അപ്പൊ വീക്കിലി റീസെറ്റ് ആണോ ഇത്? അല്ല അല്ല മോണിറ്ററിംഗ് ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ റീസെറ്റ് ചെയ്തായിരുന്നല്ലോ പോയിന്റ്. ഞങ്ങളൊക്കെ കമ്മിറ്റഡ് ആയ തീരെ പ്രശ്നമല്ലട്ടാ. നിനക്ക് പെണ്ണും കിട്ടത്തില്ല, നീ മാത്രം ഒരു 2-3 നേരം കമ്മിറ്റഡ് ആയ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു ഇപ്പൊ. പെണ്ണുങ്ങൾക്കും കൂടി തോന്നുന്നുണ്ട് നിന്നെ കമ്മിറ്റഡ്. പെണ്ണുങ്ങൾക്ക് കൂടെ ഫീലിങ്സ് കണ്ടടാ നിന്റെ അടുത്ത്. സത്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ ഏത് മാറി പെണ്ണാണ്ടല്ലോ അപ്പളെ ഫ്രണ്ട് ആക്കി കളയടാ. 60K watching for a casual RP. ആ രിജെ സുഖല്ലടാ. അതല്ലടാ ഞാൻ തുടക്കം പറഞ്ഞ ഡിഫറൻസ്. അത് കിണ്ടില്ലാത്ത കാരണമാണ് നീ ഇരിക്കുക. So guys, silent please. Silent please. റേഡിയോ കണക്ട് ചെയ്യടാ. ഗാങ്ങിലല്ലേ? ഹലോ. സോ നാളെ അല്ല, ഇത് വലിയ മീറ്റിംഗ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ നമ്മളൊരു നിങ്ങളുടെ IQ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. നാളെ 30 പേര് TV-യിൽ 30 പേര് നാളെ വരണം. ഇന്നിപ്പോൾ 15 പേരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ പറയാം, ഈ ഇരിക്കുന്ന 15 പേരും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് 3 ഉണ്ടാക്കണം. മനസ്സിലായോ? 3 പേര് ഗ്രൂപ്പ് ഓഫ് 3യോ? അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് 3 പേര്, നിങ്ങൾ 3 പേര് നിങ്ങൾ കൂട്ടത്തിലുള്ള 2 പേരെയും കൂടെ സെലക്ട് ചെയ്ത് ഇതാക്കണം. മനസ്സിലായോ? സെലക്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാം. അതെ, ഈ സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ്, ഏറ്റവും നല്ല ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്ന ഗ്രൂപ്പിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വാസവനെ? ഇല്ല, അപ്പാപ്പനും ഞാനും ജോഗിയും ചന്ദ്രനും അവിടെ ഇതാണ് ജഡ്ജിങ് പാനലിലാണ്. ഓക്കെ. നിങ്ങൾക്ക് അത് എങ്ങനെ വേണേൽ പ്രസന്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ. കോമഡി ആക്കാം, തമാശയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഐഡിയ അടിപൊളിയായിരിക്കണം. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ചന്ദ്രനെ പോലത്തെ ആൾക്കാരൊക്കെ തിങ്ക് ചെയ്യുന്ന ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാങ്ങിന്റെ ഇൻവെന്ററിയിൽ നിന്ന് ഗണ്ണെടുത്ത് വെളിയിൽ കൊണ്ട് കൊടുക്കുക, പൈസ ഉണ്ടാക്കി അത് കൊണ്ടുതരിക, അങ്ങനത്തെ കൊണ്ടുവന്ന് അടിച്ച് തെറിച്ചു തരും. മനസ്സിലായോ? എനിക്ക് അങ്ങനത്തെ അല്ല വേണ്ടത്. നാട്ടുകാരെ എല്ലാ ഐഡിയ അക്സെപ്റ്റ് ചെയ്യോ? എല്ലാ ഐഡിയ അക്സെപ്റ്റ് ചെയ്യും. ഈ സിറ്റിക്ക് അത് ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന പയ്യൻ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം. അത് ശരിയാണ്. അതാ പറഞ്ഞു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഐഡിയൊക്കെയാണ് പൈസ. ഐഡിയ മതി നമുക്ക്. മനസ്സിലായ? എടാ വാസവനത് റിവീൽ ആക്കിയോ? എന്ത് പ്രൈസിന്റെ കാര്യം? പ്രൈസ് പറഞ്ഞു. ക്യാഷ് പ്രൈസ് ഉണ്ട്, പക്ഷെ അകത്തല്ല, പുറത്ത്. പുറത്തോ? ബെസ്റ്റ് ഐഡിയക്ക് പുറത്തായിരിക്കും ഞാൻ റിവാർഡ് തരാൻ പോണേ. പിന്നെ ഞാൻ വേറെ ആരോട് പറയാം ചെറിയൊരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ മാസത്തെ TDM-ല് ഈ സിറ്റിയിലെ ഏറ്റവും ടോപ്പ് കില്ലെടുക്കുന്ന TDM-ലെ ആൾക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു 15K കൊടുക്കുന്നുണ്ട്. സെർവറിൽ ആർക്കാണെങ്കിലും കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഇരിക്കരുത് ദേവിയത്. സോ നമുക്ക് അത് പറഞ്ഞുകൊണ്ട് അല്ലല്ല അങ്ങനെ ഇരിക്കണ്ട. നമ്മളങ്ങനെ ഇരിക്കണ്ട. നമ്മൾ കുറച്ച് നല്ല PvP പ്ലേയേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പോഷർ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. നിനക്കൊക്കെ ഇതിന് മുകളിൽ എക്സ്പോഷർ എങ്ങ് പോയാലും കിട്ടാനില്ല. മനസ്സിലായ? അതുകൊണ്ട് നീയൊക്കെ പ്രൂവൺ PvP പ്ലേയേഴ്സാ. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ബാക്കി സിറ്റിയിലെ വേറെ ആരെങ്കിലും അത്
ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് ഈ വെളിയിലുള്ള കുറച്ച് ബി പ്ലേയേഴ്സിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സാധനമായിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ മെനക്കെട്ടിരിക്കല്ലോ കേട്ടോ ആരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ ഇരിക്കാം, പക്ഷേ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആ ഓക്കെ. അപ്പോൾ എന്താ പിന്നെ വേറൊരു കാര്യം, അത് ശരി. അപ്പൊ ഇരിക്കാതാണോ ഇരിക്കാൻ പാടില്ലെന്നോ? അല്ല അവന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഈ കുത്തി ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർക്ക് ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ. ഓക്കെ. അല്ലാതെ അതൊരു പാർട്ടിസിപ്പേറ്റ് നമ്മൾ കൊണ്ടുവന്ന പരിപാടി ആയതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മറ്റേ സമയം കളയണ്ട എന്ന് ഞാൻ പറയുന്നു. ആ പിന്നെ നമുക്ക് ഇനി തൊട്ടൊരു ഓഫീസ് റൂം ഉണ്ടായിരിക്കും. ആ ഓഫീസ് റൂം നമ്മൾ എവിടെ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടില്ല. തക്കുടുവാവ അസോസിയേറ്റ്സ് അതാണ് നമ്മുടെ പുതിയ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് ടൈം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. അതിൽ ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും ഉള്ള ഒരു ചാൻസാണ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങളെ വെച്ചായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മറ്റേ സെർവറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് പോയി കാണണം. ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നിഞ്ച ഡെവലപ്പ് ചെയ്തതാണത്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നിങ്ങൾക്കാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, തക്കുടുവാവ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നമ്മുടെ രീതിയിൽ ഗ്യാങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന എന്ത് ഡീലിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫീസിൽ പോയി ചെയ്യാം. അതായത് ഞാൻ വരുന്ന സമയത്ത് ഇനി എൻ്റെ പഞ്ചാരയും കിങ്ങിണിയും കൊണ്ട് അവിടെ നിന്ന് കിന്നരിക്കാനാണെങ്കിൽ അടിക്കും. CCTV ക്യാമറ വിത്ത് ഓഡിയോ ആണ് ഞാൻ വെച്ചേക്കുന്നത്. എല്ലാ ആംഗിളിലും ക്യാമറ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വേറെ പരിപാടികളൊന്നും നടക്കരുത്. ഇവിടെ TV ഗ്യാങ് ഹൗസിലെ പോലെ തന്നെ പെമ്പിള്ളാരെ കൊണ്ടുവന്ന് കറങ്ങാൻ അതിനകത്ത് സമ്മതിക്കത്തില്ല. പക്ഷേ ക്ലയൻസ് ആയിട്ടുള്ള പെമ്പിള്ളാരെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അവിടെ സംസാരിപ്പിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല ഒരു മാനേജറും അങ്ങനെ ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതിലങ്ങനെ മാനേജർ ഒന്നും ഇല്ല. വില്ലുമോനെ എടാ നിനക്ക് അതിന് പ്രേമം കഴിഞ്ഞിട്ട് നിനക്ക് മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടുമോ നിനക്ക്? ഓക്കെ. അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരുന്നൊരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനും ഇത് ചെയ്യാനുമുള്ള സിറ്റിസൺസിനും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അതിലോട്ട് വരാനുള്ളൊരു ചാൻസ് കൂടെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്തൊരു ഫ്യൂച്ചറിൽ അത് മനസ്സിലാവും എന്താണ് കാര്യമെന്ന്.